ആഫ്റ്റർ എവറി എക്സാം എനിക്ക് എവിടെയാണ് എനിക്ക് വീക്കാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് നല്ലൊരു ഡിസിഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. സ്കൂളും കോച്ചിങ്ങും നല്ലതായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾക്ക് തന്നത്. നമ്മൾ കുറേ പ്രോജക്റ്റ് വർക്ക്സും സ്കൂളിലെ കുറേ പ്രോഗ്രാംസിന് നമ്മൾ അസിസ്റ്റ് ചെയ്തതാണ്. അതും ഒരു മേജർ ഫാക്ടറായിരുന്നു എൻ്റെ റാങ്ക് നല്ലതായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ. ബുക്സും പിന്നെ അവരുടെ കോച്ചിങ് മെറ്റീരിയൽസും പിന്നെ അവരുടെ റിവിഷൻ ക്ലാസ്സസും പിന്നെ ഓൾമോസ്റ്റ് എവറിത്തിങ് നല്ല ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു ചാപ്റ്റർ തീർന്നു കഴിഞ്ഞിട്ട് ഒരു 3-4 days ഉണ്ട് മൊത്തത്തിൽ റിവൈസ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് കാണും. അത് എന്നെ ഡീമോട്ടിവേറ്റ് അല്ല ചെയ്തത്, എന്നെ മോർ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആണ് ചെയ്തത്. ഹായ് ഓൾ, ജെഇമെയിൽ 2025 റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് താരതമ്യപ്പെടുത്താനാവാത്തത്ര റിസൾട്ട് തന്നെയാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ തന്നെ ജെഇമെയിൽ സെക്കൻഡ് സെഷനിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു. ജെഇമെയിലിന്റെ ഏറ്റവും ഫൈനൽ റിസൾട്ടാണ്. മുന്നിൽ നിൽക്കുന്ന ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളാണ് മിലൻ. അപ്പൊ മിലൻ, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കായിട്ട് മിലൻ പഠിച്ച സ്കൂളും പേരൻസിനെയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് മിലൻ ജോസ്. ഐ എം സ്റ്റഡിങ് ഇൻ കെ സ്കൂൾ മാന്നാനം. എൻ്റെ പപ്പ ഇപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ അമ്മ ഇവിടെ വീട്ടിലാണ്, എൻ്റെ കൂട്ടത്തിൽ വന്നതാണ്. എൻ്റെ അനിയൻ ഇപ്പോൾ കെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. കെ സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലെ? +1+2നൊപ്പം ബ്രില്യന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് എൻട്രൻസ് പരിശീലിച്ചത്. ഇപ്പൊ ഇത്ര വലിയ നേട്ടം നേടി നിൽക്കുന്നു. എന്ത് തോന്നി ഈ ഒരു നിമിഷം? ഇപ്പൊ നല്ല പ്രൗഡ് മൂമെന്റ് ആയി തുടങ്ങി എനിക്കിപ്പം. 11th 12th ഞാൻ കുറെ പഠിച്ച് ഇപ്പൊ ഈ ലെവലിൽ എത്തിയതാണ്. ഇപ്പൊ ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ്. ഇപ്പോൾ +1+2നൊപ്പമുള്ള എൻട്രൻസ് പരിശീലനം അത് സ്കൂൾ കാലഘട്ടത്തിലും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അതിനെ കുറിച്ചൊന്നും പറയാം. ബ്രില്യൻ സ്റ്റഡി സെന്റർ നല്ലതായിട്ട് എന്നെ അസിസ്റ്റ് ചെയ്ത് സ്കൂളിൽ കുറെ അസൈൻമെന്റ്സിനും പിന്നെ മറ്റേ പ്രോജക്ട് വർക്ക്സിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ കുറെ സമയം ബ്രില്യൻ സ്റ്റഡി സെന്റർ തന്നിട്ടുണ്ട്. സ്കൂളും കോച്ചിങ്ങും നല്ലതായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾക്ക് തന്നത്. നമ്മൾ കുറെ പ്രോജക്ട് വർക്ക്സും സ്കൂളിലെ കുറെ പ്രോഗ്രാംസിന് നമ്മൾ അസിസ്റ്റ് ചെയ്തതാണ്. അതും ഒരു മേജർ ഫാക്ടറായിരുന്നു എൻ്റെ റാങ്ക് നല്ലതായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ. ഇപ്പൊ വലിയൊരു വിജയം നേടി നിൽക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു എയിം ഉണ്ടാവും. ആ എയിമിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തൊരു വിദ്യാർത്ഥിയാണ് മിലൻ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു എയിം എന്താണ്, ആ ഒരു എയിമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മിലൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നൊക്കെ ഒന്ന് പറയാം. എൻ്റെ എയിം ഹാസ് ഓൾവേസ് ബീൻ IIT. പിന്നെ എനിക്ക് CS മേടിക്കാനാണ് താല്പര്യം. പിന്നെ ഏത് IIT ആണെന്ന് ഇതുവരെ തീരുമാനിച്ചില്ല. പിന്നെ മൈ primary aim has always been computer science and I worked a lot to achieve that. 11th and 12th ഞാൻ കുറെ ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ അതിപ്പോൾ നല്ലതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു, ഇപ്പൊ എങ്ങനായിരുന്നു ആ ഒരു തയ്യാറെടുപ്പ്? അപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, ജെഇമെയിൻസിൽ നല്ല സ്കോർ ചെയ്യണം, IIT എന്നൊരു സ്വപ്നം ഉണ്ടായിരിക്കും. പക്ഷെ അതിനു വേണ്ടിയിട്ട് എത്രമാത്രം എഫേർട്ട് ഇടണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അപ്പോൾ മിലൻ എന്തായിരിക്കും പറയാനുള്ളത്? നമ്മൾ 2 വർഷം ആത്മാർത്ഥമായിട്ട് ബ്രില്യന്റിനൊപ്പം നിന്ന് പഠിച്ച് നേടിയ വിജയമാണ്. ഇപ്പൊ 2 വർഷത്തെ പ്രിപ്പറേഷൻ മിലിനെ അതനുസരിച്ച് സ്വാധീനിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്നും പറയാം. മറ്റേ IITന് വേണ്ടി പഠിക്കാൻ ഓബ്വിയസ്ലി കുറെ സമയം ഇരുന്ന് പഠിക്കണം. നമ്മൾ തിങ്കിങ് കപ്പാസിറ്റിയും ഡെവലപ്പ് ചെയ്യാനാണ് നോക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയും വേണം. ഇത് രണ്ടുമാണ് എനിക്ക് ഐ പേഴ്സണലി ഫീൽ the most important milestones of this preparation of mine. ഒരു ഹെൽത്തി കോമ്പറ്റീഷനിലൂടെ കടന്നുപോയിരുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. ഇപ്പോൾ ബ്രില്യന്റിൽ നമുക്കറിയാം ഏറ്റവും ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഫെസിലിറ്റീസ്, ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, ഒപ്പം ടോപ്പ് നോച്ച് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊപ്പമാണ് നിങ്ങൾ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരുന്നത്. അത് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം നമുക്ക് ഗ്രാഫിൽ നോക്കുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാം അല്ലെ, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാം. അപ്പൊ ആ ഒരു സമയത്തും ആത്മാർത്ഥമായിട്ട് പഠിച്ച് വിജയത്തിൽ എത്തിയ ഒരാളാണ് മിലൻ. അപ്പൊ ആ ഒരു ലക്ഷ്യം വെച്ച് മുന്നിൽ കണ്ട് പഠിച്ച നമുക്ക് ബ്രില്യന്റിലെ വിദ്യാർത്ഥികളോടൊപ്പമുള്ള ഒരു കോമ്പറ്റീഷനും ഒക്കെ ഒന്ന് പറയാം. കോമ്പറ്റീഷൻ നല്ലതായിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറെ പേര് എന്നെ കാട്ടും കൂടുതൽ ചിലപ്പോൾ മാർക്ക് കിട്ടാറുണ്ട്. അത് എന്നെ ഡീമോട്ടിവേറ്റ് അല്ല ചെയ്തത്, എന്നെ മോർ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആണ് ചെയ്തത്. അത് മാത്രമല്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നോക്കിയാൽ നമ്മൾ റാങ്ക് അല്ല നോക്കേണ്ടത്. ആദ്യം നമ്മുടെ മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റാങ്കിലോട്ട് നോക്കേണ്ടത് മറ്റേ മെയിൻ എക്സാംസ് വരുമ്പോൾ. പക്ഷേ ആദ്യമൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ 11th 12th നമ്മളെ മാർക്കും നമ്മളെ കോൺസെപ്റ്റ് ക്ലാരിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യാനാണ് നമ്മളുടെ പ്രൈമറി എയിം. അത് കഴിഞ്ഞിട്ട്
റാങ്ക് പിന്നെ ഒരു മോട്ടിവേഷന് വേണ്ടി ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി ചോദിക്കാനുള്ള മറ്റൊന്നുമല്ല, ഇപ്പോൾ തീർച്ചയായിട്ടും ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമുകൾ അതൊരു വലിയൊരു കീ ഫാക്ടറാണ് ഈ ഒരു സക്സസ്സിലേക്ക്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായൊരു സിസ്റ്റം ഉണ്ട് ബ്രില്യൻറ്റ് എന്ന് എപ്പോഴും ബ്രില്യൻറ്റ് പറയുമ്പോഴും അത് അനുഭവിച്ചറിയുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. കാരണം ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 10th വരെയൊക്കെ മറ്റു സ്കൂളിൽ പഠിച്ചു, അവിടെ നിന്നിപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഭാഗമായിട്ട് എൻട്രൻസ് പരിശീലിക്കുന്നു, ഒപ്പം +2 +1 ഒക്കെ പഠിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായൊരു ഷെഡ്യൂൾഡ് പ്രോഗ്രാമിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. കൃത്യസമയത്ത് ക്ലാസ്സുകൾ അവസാനിക്കുന്നു, അതിനുശേഷം എക്സാമുകളുടെ വലിയൊരു സീരീസ് തുടങ്ങുന്നു. ഈ ഒരു കാര്യം ഒരു സ്റ്റുഡൻറ് അനുഭവിച്ചൊരു പെർസ്പെക്റ്റീവിൽ എന്ന് പറയാം, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. എൻ്റെ പെർസ്പെക്റ്റീവ് വെച്ച് പറഞ്ഞാൽ മറ്റേ ഷെഡ്യൂൾ അത്ര റിജിഡ് ഒന്നും അല്ലായിരുന്നു, പഠിക്കാനൊക്കെ നല്ല സമയമുണ്ടായിരുന്നു. പിന്നെ ഒരു ചാപ്റ്റർ തീർന്നു കഴിഞ്ഞിട്ട് ഒരു 3-4 ഡേയ്സ് ഉണ്ട് മൊത്തത്തിൽ റിവൈസ് ചെയ്യാൻ. അത് കഴിഞ്ഞ് അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് കാണും, പിന്നെ ഓൾ ടുഗെദർ കുറേ റിവിഷൻ മോഡൽസ് ഒക്കെ കാണും. പിന്നെ അറ്റ് ദി എൻഡ് മറ്റേ ഫുൾ റിവിഷൻ മോഡ്യൂൾസും പിന്നെ കുറേ ബുക്സും ഒക്കെ തരാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ഫൈനൽ റിവിഷൻ എക്സാംസ് ഒക്കെ ഉണ്ട്. റിവിഷൻ എക്സാംസ് നല്ലപോലെയായിട്ട് ബൂസ്റ്റ് ചെയ്തായിരുന്നു. ആഫ്റ്റർ എവറി എക്സാം എനിക്ക് എവിടെയാണ് എനിക്ക് വീക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അത് നല്ലപോലെയായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ ചില എക്സാംസിന് എനിക്ക് നല്ല മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഒരു വലിയൊരു കാറ്റലിസ്റ്റ് ആയിരുന്നു എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ബ്രില്യൻറ്റിലെ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻറ്റിൽ ഒരാളാണ് മിലൻ. കാരണം ഈ വീട്ടിൽ നമുക്ക് കാണാം നിരവധി ഗോൾഡ് മെഡൽ ബ്രില്യൻറ്റിൽ നിന്ന് നേടിയ ഏറ്റവും മിടുക്കനായ, ബ്രില്യൻറ്റിൽ എപ്പോഴും അഭിമാനം നേട്ടം കൈവരിച്ച് മുന്നിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി തന്നെയാണ് മിലൻ. അപ്പോൾ തീർച്ചയായിട്ടും മിലൻ നല്ല സ്കോർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ചില സമയത്തൊക്കെ സ്കോർ കുറഞ്ഞു പോയ സാഹചര്യങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രില്യൻറ്റിൽ കോമൺ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒരു ഇഷ്യൂ ആണത്, നല്ല മാർക്കുകൾ നേടുന്നു കുറയുന്നു. ആ ഒരു സമയത്ത് എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് റാങ്കിനെ ഉയർത്തി? ഐ പേഴ്സണലി ഫീൽ എനിക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടുമ്പം ഞാൻ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പഠിക്കുന്നത്. പക്ഷെ എനിക്ക് എക്സാമിന് കുറഞ്ഞു പോയാൽ ഞാൻ ഉടനെ തന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങും. അപ്പോൾ ദർ ആർ ബെനിഫിറ്റ്സ് ടു ബോത്ത്. പിന്നെ എനിക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടിയാലും അത് നല്ലപോലെയായിട്ട് ഹെൽപ്പ് ചെയ്യും. ബട്ട് നെവർദലെസ് ഞാൻ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മൊത്തത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടെ ഒന്ന് റീഡ് ചെയ്യും. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡൗട്ട് ക്ലിയറൻസ് നോക്കും. ഇനി തിരിഞ്ഞു നോക്കുമ്പോൾ ബ്രില്യൻറ്റിന്റെ ഒരു സപ്പോർട്ട്, അതിനെ കുറിച്ച് എന്താ മെലന പറയാനുള്ളത്? ബ്രില്യൻറ്റിന്റെ സപ്പോർട്ട് നല്ല ഇനോമസ് ആയിരുന്നു. എല്ലാത്തിനും അവർ ഹെൽപ്പ് ചെയ്തായിരുന്നു. മറ്റേ റിവിഷൻ മോഡ്യൂൾസ് ബുക്സും ഒക്കെ, റെസണൻസിന്റെ ബുക്സും, പിന്നെ അവരുടെ കോച്ചിങ് മെറ്റീരിയൽസും, പിന്നെ അവരുടെ റിവിഷൻ ക്ലാസ്സസും, പിന്നെ ഓൾമോസ്റ്റ് എവറിത്തിങ് നല്ല ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മെലിനി ഒരു മാന്നാനം കെ സ്കൂളിൽ പഠിക്കുന്നതിന് മുൻപ് എവിടെയായിരുന്നു പഠിച്ചിരുന്നത്? ഞാൻ ഇതിന് മുമ്പ് അപ് ടു 10th ഞാൻ ദുബായിലായിരുന്നു പഠിച്ചത്. 10th കഴിഞ്ഞിട്ടാണ് ഞാൻ ജെയിനെ കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ അമ്മയും എൻ്റെ അനിയനും ഞാനും ഇവിടം വരെ വന്നായിരുന്നു കെ സ്കൂളിൽ പഠിക്കാൻ. അതിൻ്റെ കൂട്ടത്തിൽ കോച്ചിങ്ങും പഠിക്കാനായിരുന്നു നമ്മളുടെ എയിം. വൈ ബ്രില്യൻറ്റ്? അങ്ങനെ ഒരു ഫൈനലി നമ്മൾ ബ്രില്യൻറ്റിലേക്ക് എത്തണം എൻ്റെ ഒരു സക്സസിന് വേണ്ടിയിട്ട് എന്നുള്ളൊരു ചിന്തയൊക്കെ ഫാമിലിയും മെലനും ഒക്കെ എപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജെയിനെ കുറിച്ച് അറിഞ്ഞപ്പം I also came to know about Brilliant because it is one of the most successful in Kerala. And also എനിക്കൊരു എയിം ഉണ്ടായിരുന്നു IIT-യിൽ എത്തണമെന്ന്. നോട്ട് ഓൺലി ദാറ്റ്, എനിക്കൊരു ആംബിഷൻ ഉണ്ടായിരുന്നു ഒരു നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്ന്. അതുമാത്രമല്ല, ബ്രില്യൻറ്റ് പഠിച്ചപ്പോൾ എനിക്ക് വേറെ കുറേ പേർക്സിനെ കുറിച്ച് മനസ്സിലായി. അതുകൊണ്ട് നല്ലൊരു ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. ഓക്കെ, അതുപോലെ തന്നെ ബ്രില്യൻറ്റിലെ ഒരു പ്രൊഫസേഴ്സിൻ്റെ ഒക്കെ ഒരു അപ്രോച്ച്, അല്ലെ, ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ ഒരു അപ്രോച്ച്, ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റീസ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതിൽ മിലിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്താണ്? എനിക്ക് ക്ലാസ്സസ് നല്ലതായിട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ഞാൻ ചിലപ്പം അറ്റൻഡ് ചെയ്യും. സ്കൂളിൽ തന്നെ ഡൗട്ട് ക്ലിയറൻസ് കുറേ സാറ് ഈവൻ സൺഡേസിലും വരാറുണ്ട്. അതുമാത്രമല്ല, മറ്റേ ഓൺലൈൻ ലേണിംഗ് സൈറ്റിൽ വേറെ കുറേ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. ഡൗട്ട് ക്ലിയറൻസും മറ്റേ എക്സാംസ് കഴിഞ്ഞിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ്, അതെല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം അത് വെരി ക്വിക്ക് ആയിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് ഒരു 4 hours 5 hours കഴിഞ്ഞിട്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ആ ഫ്ലോയിൽ തന്നെ മനസ്സിലാക്കാം നമ്മളെ എറേഴ്സൊക്കെ. പിന്നെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ നല്ല ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അപ്പോൾ ജെയ് മെയിൻസിൽ നല്ലൊരു സ്കോർ കരസ്ഥമാക്കി സ്വന്തം നാടിനും പേരൻസിനും ഒപ്പം പഠിച്ച സ്കൂളിനും ഏറ്റവും അഭിമാനമുള്ള ഞങ്ങൾ ബ്രില്യൻറ്റ് ഫാമിലിക്കും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയാണ്
മിലൻ. അപ്പോൾ മിലന് എല്ലാവിധ ആശംസകളും നേരുന്നു. മിലൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഏറ്റവും മികച്ചൊരു IIT ആഗ്രഹിച്ച കോഴ്സ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.